കുഞ്ഞ് വലിച്ചു കുടിക്കുന്നില്ല, കുഞ്ഞ് ഉറങ്ങിപ്പോകുന്നു. നമ്മൾ റൂമിലേക്ക് റൗണ്ട്സിന് ചെല്ലുമ്പോൾ തന്നെ പാലില്ല പാലില്ല, കൊച്ചു കുടിക്കുന്നില്ല. അമ്മയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നു. കൂടെ ഉള്ളവരാണെങ്കിൽ 150 ക്വസ്റ്റ്യൻസ് പറഞ്ഞ അമ്മയെ അതിലേറെ ആകുലതപ്പെടുത്തുന്നു. അപ്പോൾ ഈ കൂടെ ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ട് നിൽക്കുന്ന അമ്മച്ചിമാരും അമ്മൂമ്മമാരും സഹോദരങ്ങളും ഒക്കെ മനസ്സിലാക്കേണ്ടത് ഇത് നമ്മളൊരു സ്വിച്ച് ഇടുമ്പോൾ വരുന്നത് പോലെയോ അല്ലെങ്കിൽ ടാപ്പ് തുറക്കുമ്പോൾ വരുന്നത് പോലെയോ ഉള്ളൊരു കാര്യമല്ല. അപ്പോൾ ഒരു പാലുണ്ടായി, അത് ആ അമ്മ ഒന്ന് കുഞ്ഞിനെ മനസ്സിലാക്കി പൊസിഷനൊക്കെ കറക്റ്റായി എടുക്കാനും പിടിക്കാനും ഒരു വെച്ച് കൊടുക്കാനും ഇതൊക്കെ പൊസിഷനെല്ലാം കറക്റ്റാണ്. കുഞ്ഞ് ആദ്യമായിട്ട് കുടിച്ചു തുടങ്ങുകയല്ലേ, അപ്പൊ കുഞ്ഞിന് നന്നായിട്ട് വാ തുറന്ന് മുലക്കണ്ണ്, ബിക്കോസ് പലരും മുലക്കണ്ണയിൽ മാത്രം നുണഞ്ഞുകൊണ്ടിരിക്കും. ആ കറുത്ത ഏരിയോള എന്ന് പറയുന്ന ഭാഗം കൂടെ ഉള്ളിലോട്ട് പോയി അത് നന്നായിട്ട് വലിക്കാനുള്ള ടെക്നിക്കൊക്കെ പഠിക്കണം. അപ്പോൾ ഇവർ രണ്ടുപേരും ഒന്ന് സെറ്റായി കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് വലിച്ചു കുടിക്കുന്നതിനനുസരിച്ച് പാലുണ്ടായി വരുന്നതായിരിക്കും. ആദ്യം വരുന്ന പാലിനെ മഞ്ഞപ്പാലെന്ന് പറയുന്നു. വെള്ളത്തുള്ളി പോലെയാണ് വരികയുള്ളൂ. ഒരു കുഞ്ഞിന് ജീവിക്കാനായിട്ട് അത് ധാരാളം മതിയാകും. പതുക്കെ 5 മുതൽ 7 ദിവസം കൊണ്ടാണ് നോർമൽ വൈറ്റ് കളറിൽ പാലായി വരികയുള്ളൂ. അപ്പോൾ കുഞ്ഞ് വലിച്ചു കുടിക്കുന്നതിനനുസരിച്ച് പാല് ഒഴുകി വരുന്നതായിരിക്കും. അപ്പോൾ ഭയപ്പെടേണ്ട ആവശ്യകതയില്ല. എപ്പോഴും പിഴിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യേണ്ട കാര്യമില്ല. നന്നായിട്ട് വെള്ളം കുടിക്കുക, ഭക്ഷണം കഴിക്കുക, സന്തോഷമായിട്ട് ഇരിക്കുക.